നമ്മൾ ശരിക്കും ജലം സ്പർശിക്കുന്നില്ല. നമുക്ക് ഇറങ്ങി ക്രോസ് ചെയ്യാനായിട്ട് ഒരു നദിയും ഒരു ചെറുതോടും ബാക്കിയില്ല. പണ്ടൊരു ചെറിയ തടിപ്പാലത്തിന് മുകളിലൂടെ നമ്മൾ നടന്നിരുന്നു. ആ കാലം തിരിച്ചു വരണം എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ സൗന്ദര്യങ്ങളെയും നമ്മുടെ ഗൃഹാതുരതകളെയും സംരക്ഷിക്കാൻ വേണ്ടി ആധുനിക സൗകര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ പുരോഗമന കാഴ്ചപ്പാടുകൾക്ക് ദീർഘവീക്ഷണം ഇല്ല. ഇതൊക്കെ ഒരിക്കൽ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പൊളിച്ചെടുത്ത് സാധ്യമല്ലാത്ത തരത്തിൽ നമ്മുടെ പ്രകൃതിയെ മാറ്റിക്കളയുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. ഏതായാലും അവർ നദി കടന്ന് വനം കണ്ട് യാത്രയായി. ഒടുവിൽ ഗംഗ എന്ന മഹാനദിയുടെ കരയിൽ അവിടെ എന്താ കണ്ടത്? താം ദൃഷ്ട്വാ പുണ്യസലിലം ഹംസസാരസ സേവിതം ദഭൂർമുനേ സർവേ മുദിത സഹരാഘവം. ഹംസങ്ങൾ അരയന്നങ്ങളും സാരസങ്ങൾ കൊറ്റികളാണ്. അപ്പൊ ഹംസങ്ങളും കൊറ്റികളും നിറഞ്ഞ അരയന്നങ്ങളും കൊറ്റികളും നിറഞ്ഞ ആ നദി കണ്ട് അവർ ആനന്ദിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് വിശ്വാമിത്രൻ കഥ പറയും. ആ കഥയെ അറിയാമോ ആർക്കെങ്കിലും? രാമായണത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്ന കഥ ഗംഗയുടെ കഥയാണ്. ഗംഗയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ ഗംഗയുടെ കഥ എങ്ങനെ? ത്രിപഥകയായ ഗംഗ, 3 പഥങ്ങളെ സ്വീകരിച്ച ഗംഗ, ആകാശം ഭൂമി പാതാളം എന്ന 3 ലോകത്തിലൂടെയും ഒഴുകിപ്പോയ ഗംഗ സമുദ്രത്തെ പ്രാപിച്ച കഥയാണ്. പുരാണങ്ങളിൽ എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പർവ്വതങ്ങളൊക്കെ അച്ഛന്മാരാണ്, നദികളെല്ലാം അവരുടെ മക്കളാണ്. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് പർവ്വതങ്ങളും നദികളും തമ്മിലുള്ളത്. അജരങ്ങളിൽ മനുഷ്യഭാവം കൽപ്പിക്കുന്ന ഒരു രീതിയാണ് അന്ന് നിലനിന്നത്. ഈ ഇടത്ത് നമുക്ക് പൗരാണിക പ്രകൃതിയിലെ ഹിമവാൻ എന്ന മലയെ, മഹാശൈലത്തെ കാണാം. മഹാമേരു പർവ്വതത്തിലും കാണാം. ശൈലേന്ദ്രോ ഹിമവാൻ രാമ ധാതു നാമാകരോ മഹാൻ. ധാതുക്കളുടെ ഇരിപ്പിടമായിട്ടുള്ള മഹാപർവ്വതമാണ് രാമ. ഹിമാലയം അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയം, ഹിമവാൻ എന്ന് പറയുന്ന പർവ്വതം. ഹിമവാന്റെ പത്നിയാണ് മേന. മഹാമേരു പർവ്വതത്തിന്റെ മകളാണ്. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. മൂത്തവൾ ഗംഗയും ഇളയത് ഉമ്മയും. അങ്ങനെ 2 മക്കളാണ് ഹിമാലയത്തിന് ഉള്ളത്. അപ്പൊ സ്വന്തം മകളാണല്ലോ, വളരെ വാത്സല്യപൂർവ്വം അച്ഛൻ പരിപാലിച്ചിരുന്ന ഈ മകളെ തങ്ങൾക്ക് നൽകണം എന്ന് ദേവന്മാർ ചെന്ന് ഹിമാലയത്തിനോട് അഭ്യർത്ഥിക്കുക. ഈ മകളെ ഞങ്ങൾക്ക് തരണം. ജലമാണല്ലോ, ജലം ആവശ്യമാണ്. അപ്പൊ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഹിമവാൻ തന്റെ മകളെ ദേവന്മാർക്ക് നൽകി. ഈ ഹിമവാൻ കൊടുത്ത ഗംഗ, ഹിമവാൻ കൈമാറിയ ഗംഗ ആരായിരുന്നു എന്ന് രാമായണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദദൗ ധർമ്മേണ ഹിമവാൻ തനയാ ലോകപാവനി. ലോകപാവനയായ ഗംഗയാണ് കൈമാറിയത്. സ്വച്ഛന്ദ പഥകാം ഗംഗാം ത്രൈലോക്യ ഹിതകാമ്യേനാം. 3 ലോകങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി സ്വന്തം മകളെ കൊടുത്തത് ലോകപാവനയായിട്ടാണ്, പരിശുദ്ധയായിട്ടാണ് കൈമാറിയത്. അഴുക്കുപുരളാത്ത ശുക്രദാത്രിയായ ഗംഗയെയാണ് ശരിക്കും ഹിമവാൻ കൈമാറിയത് ലോകത്തിന് വേണ്ടി. അവർ ഗംഗയെ സ്വീകരിച്ചു കൊണ്ടുപോയി. ഈ ഗംഗയെ ഭൂമിയിലെത്തിക്കണമല്ലോ. ഭൂമിയിലെത്തിക്കാൻ മെനക്കെട്ട ആളാരാണെന്ന് അറിയാമോ? ഭഗീരഥൻ. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാച്ചും അല്ലെ, ഭഗീരഥം പ്രയത്നം നടത്തിയത് ഞാൻ ഇവിടെ പാസ്സായത്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ. അപ്പൊ ഈ ഭഗീരഥൻ ആരാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. 10,000 വർഷത്തെ കഠിന തപസ് ചെയ്തിട്ടാണ് ഗംഗയെ അദ്ദേഹം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതിന് പിന്നിൽ സകലപുത്രന്മാരുടെ കഥകളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ പിതാമഹന്മാർക്ക് മോക്ഷം കിട്ടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഉദ്ദേശം എന്തായാലും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 10,000 വർഷം, കുറച്ച് കുറയ്ക്കാം. ആ കാലഘട്ടത്തിലെ ആയുസ്സും ഒക്കെ വെച്ചിട്ട് അത് കുറച്ച് കൂട്ടി പറയുമല്ലോ, ടാക്സ് ഒഴിവാക്കിയാൽ. എന്തായാലും ഇരുന്നോട്ടെ, 10,000 വർഷം തപസ് ചെയ്തിട്ടാണ് ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ ഇത് കഴിഞ്ഞ് കൊണ്ടുവരാൻ നോക്കുമ്പോ എന്താണ്, എല്ലാം സമ്മതിച്ചു, ഗംഗ വരാനായി. പക്ഷെ അപ്പോഴാണ് ഒരു പ്രശ്നം. ഗംഗായാം പതനം രാജൻ പൃഥ്വീന സഹിഷ്ഠതേ. ഗംഗ ചുമ്മാ ഇങ്ങ് വരത്തില്ല. ഗംഗ അതിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ അത് നമ്മുടെ ഭൂമി താങ്ങുകയില്ല. ആ പ്രവാഹത്തെ താങ്ങാൻ ഭൂമിക്ക് ശക്തിയില്ല. വീണ്ടും പ്രശ്നമായി. ഭഗീരഥൻ അടങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഭഗീരഥൻ പ്രയത്നമാവുന്നത് കേട്ടോ. വീണ്ടും തപസ് ചെയ്യാം. 1 കൊല്ലം മുഴുവൻ കാലിന്റെ പെരുവിരൽ തുമ്പ് മാത്രം നിലത്തൂന്നിക്കൊണ്ട് അദ്ദേഹം കഠിന തപസ്സിൽ ഏർപ്പെട്ടു, ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ശരി, ശിവൻ സംപ്രീതനായി. ശിവൻ പറഞ്ഞു, വന്നോട്ടെ, ഗംഗയെ ഞാൻ ജടയിൽ സ്വീകരിച്ചോളാം. എന്റെ ജടയിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുക്കാം. അപ്പോ കുറച്ചൊക്കെ ഒന്ന് ബലം കുറയുമല്ലോ, അങ്ങനെ വഹിക്കാമെന്ന് ഏൽച്ചു. അപ്പൊ ഈ ഗംഗ ഇത്തിരി അതിബുദ്ധി കാണിച്ചു കേട്ടോ. ഗംഗ വിചാരിച്ചു, എന്നെ അങ്ങനെ ശിരസിൽ വഹിക്കാൻ മാത്രം ഒരു മഹാനുണ്ടോ, എങ്കിൽ ഞാൻ ഇയാളെ കൂടി കൊണ്ട് പാതാളത്തിലേക്ക് പോകും. എനിക്ക് അത്രമാത്രം ശക്തിയുള്ള ജലപ്രവാഹമാണ് ഞാൻ, പ്രാചീന ജലമാണ് ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് പാതാളത്തിലേക്ക് പോകും. ശിവൻ ഇത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വെച്ചു. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണല്ലോ. ഗംഗ ശിവന്റെ ജടയിലേക്ക് ഇറങ്ങിയിട്ട് അതിനുള്ളിൽ കറങ്ങാണ്.
ഗംഗയ്ക്ക് വഴി അറിയില്ല. ഇത് കഥകളാണ് കേട്ടോ. നമ്മുടെ ഐതിഹ്യങ്ങളെ മനോഹരമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഐതിഹ്യങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ ഇത്തരം കുഞ്ഞു കുഞ്ഞു കഥകളാണ്. മനുഷ്യനെ പ്രകൃതിയുമായും മനുഷ്യരുമായും അടുപ്പിക്കുന്ന ചെറുകഥകളാണ് ഇതൊക്കെ. അങ്ങനെ ജടയ്ക്കുള്ളിൽ ചുറ്റി തിരിയുമ്പോൾ ഭഗീരഥന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇത്രയും മെനക്കിട്ടില്ലേ? പിന്നെ എന്താ ചെയ്തു? ശിവനെ പ്രീതിപ്പെടുത്തി. അതിനുശേഷമാണ് ഭാഗീരഥി എന്ന് ഗംഗ അറിയപ്പെട്ടത്. ഭാഗീരഥിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ഖർവാൾ എന്ന പേരുള്ള ഒരു മലയുടെ മുകളിൽ നിന്ന് ഒഴുകിയാണ് ഗംഗ ഗംഗോത്രിയിലെത്തുന്നത്. അവിടെ ശരിക്കും മഞ്ഞുപാറകൾ ജട പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരിടം ആണെന്നാണ് പറയുന്നത്. ഗംഗയെ മോചിപ്പിച്ചത് ബിന്ദു സരസിലേക്കാണ്. ഇത് ബദരീനാഥിനടുത്തുള്ള തത്തകുണ്ടം എന്ന് പറയുന്ന സരസാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഗംഗ 7 ഒഴുക്കുകളായി ചിതറിക്കൊണ്ടാണ് ഭൂമിയിലെത്തുന്നത്. ഹ്ലാദിനി, പാവനി, നളിനി എന്നൊക്കെ പേരുള്ള, നമ്മളിവിടെയൊക്കെ ആ പേരുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ പേരുള്ള 3 ഒഴുക്കുകൾ കിഴക്കേ ദിക്കിലേക്ക് പോയി. സുചക്ഷുസ്, സീത, മഹാനദിയായ സിന്ധു എന്ന 3 ഒഴുക്കുകൾ പടിഞ്ഞാട്ടേക്കും പോയി. 7ാമത്തെ ഒഴുക്ക് ഭഗീരഥന് പിന്തുടർന്നു, അദ്ദേഹത്തിന്റെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി. അങ്ങനെയാണ് ആ ഐതിഹ്യം. ഇങ്ങനെ ഗഗനത്തിൽ നിന്ന് പോന്ന് ശങ്കരശിരസിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വീണ ഗംഗയെ കണ്ടിട്ടുണ്ടോ? ആ ഗംഗയെ എങ്ങനെയാണ് വിവരിക്കുന്നത്? അസർപ്പത ജലം തത്ര തീവ്ര ശബ്ദ പുരസ്കൃതം മത്സ്യ കക്ഷപ സംഘേഷൻ ശിംശുമാര ഗണേസ്തഥ. വെറുതെ ഇങ്ങ് വീടുമായിരുന്നില്ല. തീവ്ര ശബ്ദത്തോടു കൂടി ഭൂമിയെ നടുക്കിക്കൊണ്ട് എടുത്തു ചാടിയ ആ മഹാജലപ്രവാഹം അതിന്റെ സകല ജൈവികതയോടും കൂടിയാണ് ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. അത് വെറും വെള്ളം മാത്രമായിരുന്നില്ല. അതിൽ മത്സ്യം, ആമ, മുതല തുടങ്ങിയ എല്ലാ ജീവികളോടും കൂടിയാണ് ഇത് ഭൂമിയിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. തീവ്ര ശബ്ദത്തോടു കൂടി ജലം അവിടെ എല്ലാം വ്യാപിച്ചു. ചിലയിടത്ത് അതിവേഗത്തിൽ, ചിലയിടത്ത് വളഞ്ഞു പുളഞ്ഞ് നെടുനീളൊക്കെ ഇഷ്ടം പോലെ സ്വപഥകയായി തന്നെ ഗംഗ ഒഴുകി. തത്ശങ്കര ശിരോകൃഷ്ണം കൃഷ്ണം ഭൂമി തലേ പുന. ഭൂമിയിൽ വീണ ഗംഗ വ്യരോചന തഥാതോയം നിർമ്മലം ഗത കൽമഷം. എങ്ങനത്തെ ഗംഗയായിരുന്നു അത്? വ്യരോചന തഥാതോയം നിർമ്മലം, ശുദ്ധയായ ഗംഗ, വിശുദ്ധയായ ഗംഗ. ഗത കൽമഷം, പാപനാശിനിയായ ഗംഗയാണ് ഭൂമിയിലേക്ക് വന്നത്. ശങ്കരശിരസിൽ നിന്ന് നിപതിച്ച് കല്ലും കലുഷമില്ലാതെ, കാലുഷ്യമില്ലാതെ പാപഹാരിയായി ശോഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സംഭവിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഋഷിമാരും ഗന്ധർവന്മാരും എല്ലാം ഈ നദിയെ നമസ്കരിച്ച് അതിലിറങ്ങി വെള്ളം കുടിച്ചു. ഗംഗയിൽ ഇറങ്ങി വെള്ളം കുടിച്ചു. ഗംഗയിൽ സ്നാനം ചെയ്ത് സ്വർഗഭ്രഷ്ടരായി പാപമുക്തരായി കുറച്ചുപേര് തിരിച്ചുപോയി. ഭഗീരഥനെ പിന്തുടർന്ന് പാതാളത്തിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ പിതാമഹന്മാരുടെ ഭസ്മത്തെ ഗംഗ സ്പർശിച്ചപ്പോൾ അവർക്ക് മോക്ഷം കിട്ടി. ഭഗീരഥന്റെ ആഗ്രഹവും സാധിച്ചു. കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഗംഗാ നദി ഒഴുകി വന്നിടത്ത് അതിനെ ഗന്ധർവന്മാരും ഋഷിമാരും എടുത്തു കുടിച്ചു എന്നാണ് പറയുന്നത്. പൗരാണിക പ്രകൃതിയുടെ മണിമകുടമായിട്ടുള്ള ഹിമവാൻ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മകൾ ഗംഗ, അവരെ രണ്ടുപേരെയും പറ്റിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ടുപേരും ഇപ്പോഴുണ്ടോ? ഹിമവാനുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഹിമാലയം ഉണ്ട്, ഗംഗയില്ലേ? ഉണ്ട്. എന്താണ് ഇപ്പൊ രണ്ടുപേരുടെയും അവസ്ഥ? ഹിമവാന്റെ ഉന്നത ശൃംഗങ്ങൾ അതിനെ കീഴടക്കാൻ ഇറങ്ങിയ മനുഷ്യരുടെ ജഡങ്ങൾ കൊണ്ട് നിറഞ്ഞു. മഞ്ഞിൽ പുതഞ്ഞുപോയ ജഡങ്ങളും മനുഷ്യൻ ഇട്ടുപോയ മാലിന്യങ്ങളും, പ്ലാസ്റ്റിക് അടക്കമുള്ള സകല മാലിന്യങ്ങളും കൊണ്ട് ഉള്ളിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ പുണ്യ ഹിമാലയത്തിന്റെ. പുണ്യം അവിടെ നിൽക്കട്ടെ. ആ കാലത്തുണ്ടായിരുന്ന ഒരു പർവ്വതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഗംഗയുടെ അവസ്ഥ എന്താണ്? നേരത്തെ പറഞ്ഞു എങ്ങനെയുള്ള ഗംഗയെ കൊടുത്തേ? ലോക പാവനിയായ ഗംഗ, കലി പുരളാത്ത ഗംഗയെയാണ് ആര് നൽകിയത്? ഹിമവാൻ സ്വന്തം മകളെ മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി കൊടുത്തത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും മലിനമായിട്ടുള്ള നദികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നദിയാണ് ഗംഗ. വടക്കൻ സമതലങ്ങളിലെ മലിനജലത്തിന്റെ മുക്കാലും ഗംഗയിലേക്കും അതിന്റെ പോഷക നദികളിലേക്കുമാണ് ഒഴുക്കപ്പെടുന്നത്. നമാമി ഗംഗ എന്ന് പറഞ്ഞിട്ട് ഗംഗയെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? വളരെ ശ്രമങ്ങളും ഒരുപാട് അധ്വാനവും അതിന്റെ പിന്നിൽ ഉണ്ടായെങ്കിലും ആ പ്രോജക്റ്റ് വിജയം കണ്ടിട്ടില്ല ഇപ്പോഴും. കാരണം ഗംഗയുടെ ഉയർന്ന ജൈവഭാരമുള്ള മലിനജലം വരുന്നത് അതിന്റെ തീരത്തുള്ള കെമിക്കൽ പ്ലാന്റുകൾ, ടെക്സ്റ്റൈൽ കടകൾ, ഡിസ്റ്റിലറികൾ, ആശുപത്രികൾ, അറവശാലകൾ, ഇവയുടെ എല്ലാം മാലിന്യവാഹിനിയായിട്ടുള്ള കുഴലുകൾ തുറന്നിരിക്കുന്നത് ഈ ഗംഗയുടെ ഹൃദയത്തിലേക്ക്. ഇപ്പോഴെങ്ങാനും ആരെങ്കിലും ചെന്ന് അതുപോലെ അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഉടലോടെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചെന്ന് വരും. താടകാവധത്തിന് ശേഷം ഗംഗാ തീരത്തുള്ള ഗൗതമന്റെ ആശ്രമത്തിലേക്കാണ് ഇവർ പിന്നെ പോയത്.
സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടത് കാടിന്റെ ഘോര പ്രകൃതികളെ പറ്റിയൊക്കെയാണ്. ശോഭ പൂണ്ടൊരു പുണ്യദേശം, ആനന്ദപ്രദമായ കാടിന്റെ ഒരു ഭൂഭംഗിയിലേക്കാണ് ഇനി ഇവർ കടന്നു വരുന്നത്. അവിടെ ദിവ്യ പാദവ ലത കുസുമ ഫലങ്ങളാൽ സർവമോഹനകരമായിരുന്നു, ദുഷ്ടജന്തുക്കൾ ഇല്ലാത്ത ഒരിടമായിരുന്നു. തീർച്ചയായിട്ടും താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ളതായിരിക്കുമല്ലോ. നേരത്തെ താടകാവനത്തിൽ നമ്മൾ കൊടുങ്കാടിന്റെ ഭീകരതയെ കണ്ടു. അത് കഴിഞ്ഞ് മനുഷ്യവാസമുള്ള ഭംഗിയുള്ള ദുഷ്ടജന്തുക്കൾ ഇല്ലാത്ത ഒരു കാട്ടുപ്രദേശത്തേക്ക് എത്തുക. രാമൻ ആ ഇടം കണ്ടിട്ട് വളരെ ആഹ്ലാദിക്കുകയാണ് കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ആശ്രമം ആരുടേതാണ്? ആശ്രമപദം ഇത് ആർക്കുള്ളൂ മനോഹരം, ആശ്രയയോഗ്യം നാനാ ജന്തുവർജിതം താനും, എത്രയും ആഹ്ലാദം ഉണ്ടായിരുന്നു മനസ്സിനെ, തത്വം എന്തെന്ന് അരുൾ ചെയ്യണം തപോനിധി. ഇത് കണ്ടപ്പോൾ എത്രയും ആഹ്ലാദം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ഇത് ആരുടേതാണ് എന്ന് പറയാം. അപ്പോഴാണ് പറയുന്നത് ഇത് ഗൗതമന്റെ ആശ്രമമാണ്. ഇത് ഏത് സ്ഥലമാണെന്ന് ഓർമ്മയുണ്ടാവില്ല. ഗൗതമാശ്രമത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ മനോഹര വനപ്രദേശത്താണ് നിരപരാധിയായ ഒരുവൾ ശിലാരൂപിയായി നീഹാരാധവ വായുമർഷാദികളും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് ഗൗതമാശ്രമം. ശിലാരൂപിയായ അഹല്യയുടെ ഇടം ആണ് ഗൗതമാശ്രമം. അവിടേക്കാണ് രാമൻ പ്രവേശിക്കുന്നത്. രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് ശിലയിൽ കാല് പതിക്കുമ്പോൾ ശിലയിൽ നിന്ന് ജീവൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. ശരിക്കും ഏത് ശിലയെയും നമ്മൾക്ക് ഇതിനകത്തുള്ള കഥയിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ വൈകാരികത എന്താണ്? ഏത് നിർജീവമായി പോയ മനസ്സിനെയും അലിവ് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മക ദൃശ്യമായിട്ട് ശരിക്കും അഹല്യാമോക്ഷത്തെ നമുക്ക് മനസ്സിലാക്കാം. അലിവിന് സഹജീവി സ്നേഹത്തിന് തീർച്ചയായും കല്ലുകളെ ഉയർപ്പിക്കാൻ കഴിയും, നഷ്ടമായി പോയ ജീവിതങ്ങളിൽ ശ്വാസം മുകാൻ കഴിയും എന്ന് രാമായണം ഇവിടെ നമുക്ക് മുന്നിൽ കാണിച്ചു തരാം. പ്രകൃതിയോട് ചേർന്നവരായിട്ടാണല്ലോ ഓരോ ദൈവരൂപത്തെയും ശരിക്ക് സങ്കല്പിച്ചു വരുന്നത്. എല്ലാവരും ഓരോതരം പ്രകൃതി ചിഹ്നങ്ങളെ പലതരത്തിൽ ധരിച്ചിട്ടുണ്ട്. അതിലെ ജീവജാലങ്ങളിൽ പുഷ്പങ്ങളിലൊക്കെയാണ് പല ദൈവങ്ങളും ഇരിക്കുന്നത്. ബാലകാണ്ഡത്തില് മൃത്യുശാസന ചാപം കുറിച്ച രാമനെ ജനകൻ അഭിവാദ്യം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പറയാണ്, രക്തപങ്കജ ചരണാഗ്രയെ സന്തതം മമ ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. താങ്കളുടെ പാദപങ്കജങ്ങളിൽ എനിക്ക് മുക്തി ലഭിക്കണം. വൽപാദാംബുജ ഗളിതാംബുധാരണം ധരിച്ച് ഉൽപ്പലോത്ഭവൻ ജഗത്തൊക്കവെ സൃഷ്ടിക്കുന്നത്. താങ്കളുടെ സഹായത്തോടു കൂടി ഉൽപ്പലോത്ഭവൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. ആരാണ് ഉൽപ്പലോത്ഭവൻ? ഉൽപ്പലം താമരയാണ്. അതിലിരിക്കുന്ന സൃഷ്ടികർത്താവ് ആരാണ്? ബ്രഹ്മാവാണ് അല്ലെ. അപ്പൊ ബ്രഹ്മാവിരിക്കുന്നത് എവിടെയാ? താമരപ്പൂവിലാണ്, പ്രകൃതിയിലാണ് ഇരിക്കുന്നത്. സരസ്വതി എവിടെയാണ് ഇരിക്കുന്നത്? വെളുത്ത താമര ഇതളിലാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ദൈവങ്ങളെല്ലാം പ്രകൃതിയിലാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മളെ പോലെ ഈ ഇങ്ങനത്തെ കോൺക്രീറ്റ് വീടുകളുടെ ഉള്ളിലെ ഫ്രെയിം ചെയ്ത ചിത്രങ്ങൾക്കുള്ളിലല്ല, ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. പ്രകൃതിയുടെ ഹൃദയത്തിലാണ് ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വീണ്ടും പറയുന്നു, സ്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. സർപ്പഭൂഷണനായ ശിവൻ താങ്കളുടെ സഹായത്തോടു കൂടി ഈ ജഗത്തിനെ സംഹരിക്കുന്നു. ശിവനാരാണ്? ശിവന്റെ കണ്ഠാഭരണം തന്നെ ആരാണ്? സർപ്പമാണ്. വാഹനം ആരാണ്? നന്ദി എന്ന് പറയുന്ന ഒരു കാളയാണ്. താമസിക്കുന്നത് എവിടാണ്? ഹിമവാന് മുകളിലെ സദാ മണ്ണിടിയുന്ന കൈലാസാചലത്തിലാണ് ശിവൻ താമസിക്കുന്നത്. പ്രകൃതിയുടെ മടിയിലാണ്. ശരിക്കും അതിന് തൊട്ടിപ്പുറത്താണ് കുബേരന്റെ അളകാപുരി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ശൈലമാണ് ശരിക്കും കൈലാസം. അളകാപുരിയിൽ എന്താ കാണുന്നത്? സമ്പന്നതയുടെ, ആഠ്യതയുടെ, ധൂർത്തിന്റെ കൃത്യമായ ലക്ഷണങ്ങളോട് കൂടിയ ദിവ്യ നദികൾ ഒഴുകി വീഴുന്ന സ്വർണ്ണക്കണികളുള്ള ഒരു നാടാണ് ശരിക്കും അളകാപുരി. അവിടെ അല്ല ശിവൻ വസിക്കുന്നത്. ചുടലഭസ്മധാരിയായി ഇരുന്നുകൊണ്ട് പുലിത്തോൽ ഉടുത്ത് നന്ദിയുടെ മേൽ സഞ്ചരിച്ചുകൊണ്ട് പ്രകൃതിയിലാണ് ഈ ദ്രാവിഡ ദൈവം ഉള്ളത്. ജടയിൽ ചന്ദ്രക്കല കൂടിയ ചൂടിയിട്ടുള്ള ശിവൻ, മഹാപ്രവാഹത്തെ ശിരസ വഹിക്കുന്ന ശിവൻ. ആ രൂപം തന്നെ ശരിക്കും പ്രാർത്ഥന പ്രകൃതിയുമായി പൗരാണിക മനുഷ്യൻ ഇടകലരുന്നതിന്റെ ഒരു മഹാദർശനമായി നമുക്ക് കണക്കാക്കാം. ശരിക്കും ആ കാലം കാലിൽ മണ്ണ് പുരണ്ട കാലം ആയിരുന്നു. ഇന്ന് നമ്മുടെ കാലിൽ മണ്ണ് പുരടാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. കൊച്ചുകുട്ടികൾ ആദ്യമായിട്ട് നടക്കാൻ പഠിക്കുമ്പോൾ അവർ കാല് തറയിൽ തൊടുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ചെരുപ്പ് കിട്ടി കാല് തറയിൽ തൊടുന്ന പീന്നൊരൊച്ച. അപ്പൊ അങ്ങനെ പീന്ന് ഒച്ച കേൾക്കുന്നത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. കാരണം നിലത്ത് ചവിട്ടാൻ പാടില്ല, ചരലിലോ മണ്ണിലോ കാല് പതിക്കാൻ പാടില്ല. ശരിക്കും ഇപ്പോഴത്തെ നമ്മൾ ശീലിച്ചത് നമ്മുടെ ഭാഗമായി മാറി അതൊരു പരിണാമമായി തന്നെ വരുമ്പോൾ
മണ്ണുള്ള പ്രദേശത്ത് നമുക്കിപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെരുപ്പില്ല, നമ്മളത് ശീലിച്ചിട്ടില്ല. അങ്ങനെ മണ്ണുമായിട്ട് ഇടകലരാനുള്ള ആ ഒരു പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മൾ എവിടെയോ നഷ്ടപ്പെടുത്തിക്കണം. ഇനിയും ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാ പുരാണങ്ങളിലും ഉണ്ട്. ഗണപതി മൂഷിക വാഹനമാണ്, സാക്ഷാൽ യമൻ കാളയുടെ മേലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കാണാം. ഇനി രാമൻ സഞ്ചരിച്ച ഭൂപ്രകൃതികളെ നോക്കിയാൽ കാട് ആവാസ സ്ഥലമായിട്ട് മാറുന്നത് എവിടാണ്? അയോധ്യാകാന്ഡത്തിലാണല്ലോ അദ്ദേഹം കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ എന്നാണ് സീതയോട് രാമൻ പറയുന്നത്. അപ്പൊ സീത പറയും ഞാനും വരും, പറ്റില്ല, എന്നെ കൂടെ കൊണ്ടുപോയാൽ പറ്റും എന്ന് സീത വാശി പിടിക്കുമ്പോൾ പറയുന്നു. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങൾ, എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകുക? ഇവിടെ പുരാതനമായ ഒരു വനം കുറച്ച് കയ്യിൽ നിന്നും കൂടി ഇട്ട് സീതയെ പേടിപ്പിക്കാനായിരിക്കണം രാമവചനങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. നിന്നെ ഞാൻ ഇവിടെ എങ്ങനെ കൊണ്ടുപോകും? ഘോരസിംഹ വ്യാപ്ത സൂകര സൈനിക വാരണ വ്യാള കല്ലൂക മൃഗാദികൾ, മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ, ഇങ്ങനെയെല്ലാമുള്ള ഈ കാനനത്തിലേക്ക് നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിക്കുക. ഈ പറഞ്ഞ സാധനമൊക്കെ ഉള്ള ഒരു വനം ഇപ്പൊ നമുക്ക് സങ്കല്പത്തിൽ പോലും ഇല്ല എന്ന് പറയാം. വെട്ടിശേഷിച്ചതിന്റെ ബാക്കിയുള്ള വളർത്തു മൃഗങ്ങളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി ആ കാടിന്റെ പ്രത്യേകത പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നിന്നോന്നത ഗുഹ ഗഹ്വര ശർക്കര ദുർമാർഗം എത്രയും കണ്ടക വൃന്ദവും, നേരിയ പെരുവഴിയും അറിയാവതല്ല ആരെയും കാണുവാനുമില്ല അവരിൽ എഴുതുവാൻ. നിന്നോന്നതങ്ങളാണ് ആ പർവ്വതങ്ങൾ, ആ കാടിന്റെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിന്നോന്നതം എന്ന് പറഞ്ഞാൽ കയറ്റിറക്കങ്ങൾ, ചെരുവുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിൽ അല്ലേ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഭീകരമായ ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കയറുന്ന ഈ നിന്നോന്നതങ്ങളിൽ കയറിപ്പോയി താമസിക്കരുത് എന്നാണ്. ചൂരൽമലയും വെള്ളാർമലയും ഒക്കെ കണ്ണീരായി നമ്മുടെ മനസ്സിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു രംഗം കൂടിയാണത്. തുരന്നു വെച്ച മലകളാണ് പലതും, മരമില്ലാത്ത ഉച്ചയാണ്, ആഗോള താപന ഫലമായിട്ടുള്ള മേഘവിസ്ഫോടനമാണ്. ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും നമുക്ക് പറയാം. പക്ഷെ എന്തായാലും നമ്മുടെ പ്രകൃതി, നമ്മുടെ ശീലിച്ച പ്രകൃതി അല്ലേ. അതുമായിട്ട് പൊരുത്തപ്പെടാനും അതിനെ വിട്ടുകൊടുത്തുകൊണ്ട് മാറി ജീവനും കൊണ്ട് ഒഴിവാകാനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശീലിച്ചേ പറ്റും. സ്വാഭാവിക പ്രതിഭാസമായി മനസ്സിൽ ഉരുൾപൊട്ടും നമുക്കൊക്കെ അറിയാം. നമ്മളെപ്പോഴാണ് അതിൽ പെടുന്നത്? നമ്മളതിൻ്റെ വഴിയിൽ തന്നെ നിൽക്കുമ്പോഴാണ്. പ്രകൃതിക്ക് അറിയാം ഇതിൻ്റെ മാർഗത്തെ സ്ഥാപിക്കാം. കൊറോണ വന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളെല്ലാം വീടിനുള്ളിൽ കയറി. അപ്പൊ സർവ്വജീവികളും പുറത്തിറങ്ങി. നിമിഷം കൊണ്ട് നമ്മളെ വീടുകൾക്കുള്ളിൽ ഇരുത്താനും നമ്മളെ മുഴുവൻ സംഭരിച്ച് അതിന്റെ സ്വാഭാവികത വീണ്ടെടുക്കാനും പ്രകൃതിക്ക് അറിയാം. നമ്മൾ കളിക്കുന്നത് ചെറിയ തുള്ളിയോടല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഇവയല്ല. അത് നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്ന നാനാവിധ പ്രകൃതി ദുരന്തങ്ങളിലൂടെയും നമ്മൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പുത്തുമല 2 കിലോമീറ്റർ അപ്പുറത്ത് ഉരുൾ പൊട്ടിയ സ്ഥലമാണ്. ഇപ്പൊ പുത്തുമല കണ്ടിട്ടുണ്ട്, റീലുകളായിട്ടൊക്കെ പുത്തുമല നമ്മൾ കാണുന്നുണ്ട്. നല്ല പച്ചപ്പാണ്, ഒരു തരത്തിലുള്ള നിർമ്മിതികളും ഇല്ല. ഭൂമി അവിടെ എങ്ങനെ സമാധാനമായിരിക്കണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, എപ്പോഴാണ് ഈ സംഹാരമൊക്കെ സംഭവിക്കുക? അയ്യോ എന്നെ കൊണ്ട് ഈ ഭാരമൊന്നും താങ്ങാൻ വയ്യ, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭൂമി പോയിട്ട് ബ്രഹ്മാവിന്റെ കാലം പിടിക്കുന്ന അവസ്ഥയാണല്ലോ. എല്ലാ ദേവന്മാരും കൂടെ പോയിട്ട് പറയുമ്പോഴാണ് അവതാരം ഉണ്ടാവുന്നത്. അപ്പൊ ഒന്ന് കുലുങ്ങിയാൽ മതി, ഇടയ്ക്കൊന്ന് അനങ്ങിയാൽ മതി, നമ്മളില്ലാതാണ് പ്രകൃതി ഉണ്ടെങ്കിൽ നമുക്ക് ഭൂമിയോ പ്രകൃതിയോ ഒരു കാരണവശാലും നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ പരിണാമത്തിനിടയ്ക്ക് പ്രകൃതിക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് മനുഷ്യൻ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ ഒരു മസ്തിഷ്കത്തിന്റെ വലിപ്പം ശകലം കൂടിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള എല്ലാ ജീവികളെയും നമ്മുടെ കീഴിലാക്കിക്കൊണ്ട് ഭൂമിയെ തന്നെ കീഴടക്കാം എന്ന് വിചാരിക്കും. ഏതായാലും വനത്തിലേക്ക് പോകുന്ന ശ്രീരാമൻ തമസാ നദിയുടെ തീരത്താണ് രാത്രി കഴിയുന്നത്. അവിടെ പാനീയം മാത്രമാണ് ഭക്ഷണം, പാനീയം മാത്രമേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് ഗംഗാതടത്തിലെത്തി ശൃംഗിവേരപുരം എന്ന സ്ഥലം, ഇതൊക്കെ രാമായണ ഭൂപ്രകൃതിയിലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. വിശ്രമിച്ചു. അവിടുത്തെ നിഷാദ രാജാവ് ഗുഹന്റെ സഹായത്തോടുകൂടി നദി കടക്കുക. ഇവിടെ നദി കടക്കുന്നതിന് മുമ്പേ ഗംഗയെ സീത പ്രാർത്ഥിക്കുന്നുണ്ട്. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സമബോധം, സ്നേഹബന്ധം, ബഹുമാനം എന്നിവയെ കാണിക്കുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാം. ആ സമബോധം ഉണ്ടെങ്കിൽ അതിലേക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയോ നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് കവറോ വലിച്ചെറിയാൻ നമുക്ക് കഴിയില്ല. സീത പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? മംഗളാവാങ്ങിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി മടങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, സംഗീത ശംഭുരൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമോ നമോസ് നമോ നമസ്തേ നമോ എന്ന് പറയും.
രക്ഷിച്ചുകൊള്ളുക നീ ആപത്ത് കൂടാതെ രക്ഷാരിമല്ല ഗംഗയെ ഗംഗയെ നമസ്കരിച്ചതിന് ശേഷമാണ് ഗംഗ കടന്നിട്ട് അപ്പുറത്തേക്ക് അവരുടെ യാത്രയാകുന്നത്. ഇത് ഒരു പ്രാർത്ഥന എന്നുള്ളതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവബന്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ ആത്മാവില്ലാത്ത പ്രാർത്ഥനകളിൽ ശരിക്കും പറഞ്ഞാൽ അർത്ഥമില്ല എന്ന് തോന്നാറ്. ഉള്ളിൽ തട്ടി വരുന്നതാണ് ശരിക്കും ബഹുമാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും സ്തോത്രങ്ങളോ സ്തുതിഗീതങ്ങളോ കാണാതെ പഠിച്ചതുകൊണ്ട് അത് നിശ്ചയ 40 വട്ടമോ 5000 വട്ടമോ ഉരുവിട്ടതുകൊണ്ട് ഇപ്പറഞ്ഞ ദൈവബന്ധം ഉണ്ടായി വരികയില്ല. ഇപ്പുറത്തെത്തി വിശപ്പുണ്ട്, അവര് ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയുന്നു. സംശയം വേണ്ട, അവര് ഒരു മൃഗത്തെ കൊന്നു തിന്നുന്നതായിട്ടുള്ള ഒരു ശ്ലോകം അവിടെ ഉണ്ട്, വായിച്ചിട്ടുണ്ടാവും. വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്ന് സാധനം ഒത്തേന് വസിച്ചു പാതകം പോലെ ജലാഠ്യ തൽപ്പസ്ഥലം. അന്നത്തെ ഭക്ഷണ പ്രകൃതി അതായിരുന്നു, കാട്ടിലെ ഭക്ഷണം അതായിരുന്നു. അതിൽ യാതൊരു തർക്കവും തെറ്റുമില്ല. അത് കഴിഞ്ഞ് അവർ ഭരദ്വാജ ആശ്രമത്തിലെത്തി. അവിടെ നിന്ന് കാളിന്തി കടന്ന് ചിത്രകൂടാചലത്തിലെത്തുകയാണ്. അവിടെ വാൽമീകിയുടെ ആശ്രമമാണ്. ആ ആശ്രമത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? നാനാമൃത ദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലത പരിശോഭിതം നിത്യകുസുമ ഫല ദല സംയുതം. അനേകം ഫലവൃക്ഷങ്ങളും പുഷ്പങ്ങളും വള്ളികളും എല്ലാം ചേർന്ന ഒരു ഭൂപ്രകൃതിയാണ് ഈ വാൽമീകിയുടെ ആശ്രമത്തിൽ കാണുന്നത്. ഇനി ഭരതൻ രാമനെ അന്വേഷിച്ചു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. അച്ഛൻ മരിച്ചത് അറിയിക്കാൻ വേണ്ടി എല്ലാവരും കൂടി വരികയാണ്. അവിടെയും ഗംഗയെ വന്ദിക്കുന്ന ഭാഗം നമുക്ക് കാണാം. കുമ്പർ തടിങ്ങിയ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിരു അമ്പടയും കഥ. ഈ പടം മുഴുവൻ ഗംഗയെ നമസ്കരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിഭാഗത്തിന് മാത്രം, ഒരാൾക്ക് മാത്രമുള്ള ഉള്ളിലുള്ള തോന്നലല്ല. പൗരാണിക പ്രകൃതിയിൽ ജീവിച്ച മുഴുവൻ മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവിടെ നിന്ന് ഒരു ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ബേക്കറി സാധനമൊന്നും ഇല്ല, ചായ വെക്കാനുള്ള പാലില്ല, പഞ്ചസാരയില്ല, ഞെട്ടും അല്ലേ? ഇത്രയും പേര് ഒരുമിച്ച് കയറി വരികയാണ്. ഭരദ്വാജൻ അന്തപ്പെട്ടു. ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും, എങ്ങനെ ഞാൻ ഇവരെ സൽക്കരിക്കും? അപ്പൊ അവിടെ സഹായിയായി വന്നതാരാണ്? കാമധേനുവാണ് അവിടെ സഹായിയായി വന്നിരിക്കുന്നത്. കാമധേനുവാണ്. 10 ഭക്ഷ്യാദി പേയങ്ങൾ പൂജ്യങ്ങളും കുക്തിപ്രസാദനം മറ്റും ബഹുവിധം കാമധേനു കൊടുത്തു. അതുകൂടാതെ സർവ്വസജ്ജീകരണവും മുറിയും ലൈറ്റും ഫാനും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് നമുക്ക് ഇതിന്ന് വായിച്ചാൽ കിട്ടും. പക്ഷേ കാമധേനു ഒരു പശുവാണ്. മിനിമം ഭക്ഷണം കൊടുക്കാൻ, പാല് കൊടുക്കാൻ പശുവിനെ കഴിയും. അന്നത്തെ ആശ്രമങ്ങളിൽ പശുക്കളെ വളർത്തിയിരുന്നത് നമുക്കറിയാം. ഇതേപോലെ മഹാഭാരതത്തിൽ പറയുന്നുണ്ടല്ലോ, ഭീഷ്മനാശകമായ ഒരു യാഗം ചെയ്യാനായിട്ട് യാജ ഉപയാജ മഹർഷിമാരെ ജനകനല്ലല്ലോ യാജ ഉപയാജ മഹർഷിമാരെ ദ്രുപദൻ സമീപിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് ഉപയാജൻ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഇങ്ങനത്തെ ആഭിചാരയാകുമെന്ന് ഞാൻ ചെയ്യില്ല. എനിക്കൊരു ചേട്ടനുണ്ട്, അദ്ദേഹം കാട്ടിൽ താമസിക്കുന്നുണ്ട്, അവിടേക്ക് ഒന്ന് പോയി നോക്കാൻ പറയും. പക്ഷെ കൃത്യം എണ്ണി കണക്ക് പറഞ്ഞ് 8000 പശുക്കളെ മേടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ കർമ്മം നമ്മുടെ മഹർഷി ചെയ്തുകൊണ്ട്. ആഭിചാര കർമ്മമാണ്, കാരണം വധിക്കാൻ വേണ്ടിയിട്ട് മക്കളെ സൃഷ്ടിക്കുന്ന യാഗമാണ് ചെയ്യുന്നത്. അപ്പം വാങ്ങിക്കുന്ന എത്ര? 8000 പശുക്കൾ എന്ന് പറഞ്ഞാൽ 8 പശുവിനെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ടാക്സ് ഒഴിവാക്കിയാൽ. ഇത്രയധികം പശുക്കളെ മേടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ പശുക്കളെ വളർത്തിയിരുന്ന ഒരു ശൈലി ആശ്രമങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാമധേനുവാണ് ഈ അവസരത്തിൽ ഇദ്ദേഹത്തിന് സഹായിയായി വന്നത്. തുടർന്ന് ചിത്രകൂട പർവ്വതത്തിൽ എത്തുമ്പോൾ ഭരതൻ മുതലായവർ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ്? പുഷ്പഫലതല പൂർണ്ണ വല്ലി തരു ഷഷ്പരമണീയ കാനന മണ്ഡല്. ഇവിടെ നമ്മൾ കാണുന്ന മരങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. സമാധാനം. ആമ്ര കദളി ബഹുള പനസങ്ങൾ ആമ്രാതക അർജുന നാഗപുന്നാഗങ്ങൾ. മാവുണ്ട്, കദളിയുണ്ട്, പനസങ്ങൾ പ്ലാവുകൾ ഒക്കെ ഉണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയോട് ഏകദേശം പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. കേരപൂകങ്ങളും കോവിതാരങ്ങളും പൂക്കളുടെ പേരുകളാണ്. ഏരണ്ട ചമ്പക അശോക താലങ്ങളും മാലതി ജാതി പ്രമുഖ ലതാവലീശാലികളായ തമാല സാലങ്ങളും അവിടെ കണ്ടു. അല്ല, ഒന്നാന്തരം ഒരു പൂന്തോട്ടം, ഒരു ഗാർഡൻ അവിടെ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പക്ഷിമൃഗാദികളോ ഭൃംഗാദി നാനാ വിഹംഗനാദങ്ങളും തുങ്കമാതങ്ക ഭുജംഗ പ്ലവങ്ക പുരങ്കാദി നാനാമൃഗഭ്രാതലീലയും അവിടെ കണ്ടു എന്നാണ്. ഈ മൃഗങ്ങളെല്ലാവരും കൂടി അവിടെ സഹവസിക്കുന്നത് കണ്ടു. ശ്രീരാമനെ കണ്ട് അച്ഛൻ്റെ മരണവൃത്താന്തം അറിയിച്ച് മന്ദാകിനി എന്ന നദിയിൽ ഇറങ്ങി കുളിച്ച് ഉദരക്രിയകൾ ചെയ്ത് തിരിച്ചുപോയി. ഈ ചിത്രകൂടത്തിൽ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. അവിടെ അഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നാണ് മഹാപ്രസ്ഥാനം അഥവാ മഹത്തായ യാത്ര രാമൻ ആരംഭിക്കുന്നത്.
അദ്ദേഹത്തെ ശിഷ്യന്മാർ നദി കടത്തി വിട്ടു. ഇനിയാണ് ശരിക്കുള്ള കാട് കാണുന്നത്. ഇതുവരെയുള്ളത് മനുഷ്യവാസവും മനുഷ്യപ്പറ്റുള്ള കുറച്ചൊക്കെ ഇടപെട്ടിട്ടുള്ള വനങ്ങളാണ്. ഗംഗ കടന്നപ്പുറത്തേക്ക് പോകുമ്പോൾ ശരിയായുള്ള വനപ്രകൃതി കാണുന്നു. ചില്ലിചങ്കാര നാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണാകീർണ മാധവഹീനം കോല രാക്ഷസകുലസേവിതം ഭയാനകം ക്രൂര സത്വാദിപൂർണം കണ്ട് രാഘവൻ ചൊന്നാണ്. ഈ കാട് കണ്ടപ്പോൾ രാഘവൻ ചൊന്നാൽ എന്താ പറഞ്ഞ്? ലക്ഷ്മണ, നീ മുന്നേ പോയിക്കോ, സീതയെ നടുക്ക് പിന്നാലെ ഞാൻ. അങ്ങനെ സീതയെ ആപത്തിരക്കിടയാക്കി അവർ കൊണ്ടുപോകും. ഒരു യോജന പോയപ്പോൾ ഒരു സന്തോഷമുള്ള ഒരു സംഭവം അവർ കണ്ടിട്ട്, ഒരു താമരപ്പൊയ്യ. ഇതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പുഷ്കരണി എന്നാണ് പറയുന്നത്, താമരപ്പൊയ്യ. അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? സർവ്വവിധ ജലസസ്യങ്ങളും ഉണ്ടായിരുന്നു. രാമായണ ഭൂപ്രകൃതിയിലെ ജലപുഷ്പങ്ങളെ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരിടത്തുമുണ്ട്. കൽഹാര ഉൾപ്പല കുമുദ അംബുജ രക്തോൽപ്പല പുല്ല പുഷ്പ ഇന്ദീവര ശോഭിതം അച്ഛജലം. ഇന്ദീവരം എൻ്റെ മകളുടെ പേരാണ് ഇപ്പം. എനിക്ക് ഇന്ദീവരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇപ്പം. അപ്പൊ ഇങ്ങനെയുള്ള വിചിത്രങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ, വിചിത്രമല്ല, ജലപുഷ്പങ്ങളുടെ എല്ലാം രംഗം നമ്മളിവിടെ കണ്ടു. അന്നത്തെ പുഷ്കരണിയുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ അതിഭീകരമായിരിക്കും. നമ്മുടെ വീടിനടുത്തൊക്കെ ഉണ്ടായിരുന്നു കാണും പുഷ്കരണികൾ. ഇപ്പൊ ആ പുഷ്കരണിയൊക്കെ ഉണ്ടോ, തൂർന്നോ, അവിടെയൊക്കെ വീട് വന്നോ, അതോ അവിടെയൊക്കെ ഡംപിങ് സ്റ്റേഷനായി മാറിയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഈ സ്ഥലത്ത് 13 വർഷം മഹാപ്രസ്ഥാനത്തിന് തന്നെ രാമൻ കഴിഞ്ഞു. എങ്ങനെയാണ് കഴിഞ്ഞത്? ഈ കാട്ടിൽ സത്സംസർഗ ആനന്ദേന വസിച്ചു കഴിഞ്ഞത് വത്സരം ത്രയോദശം. 13 വർഷം കാട്ടിൽ താമസിച്ചത് എങ്ങനെയാണ്? സത്സംഗം കൊണ്ട് മാത്രമല്ല, ആനന്ദേന വസിച്ചു എന്ന് പറയുന്നത്. ഈ കാടുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം പൗരാണിക മനുഷ്യൻ എങ്ങനെയുള്ളതായിരുന്നു? ആനന്ദം പകരുന്നതായിരുന്നു എന്നുള്ളവർക്കാണ് അതിന്റെ പ്രാധാന്യം. ഈ സുതീക്ഷ്ണന്റെ ആശ്രമവും അഗസ്ത്യനെയൊക്കെ സന്ദർശിച്ചു. അഗസ്ത്യന്റെ സ്ഥലത്ത് ഒരു പ്രത്യേകതയുള്ള അഗസ്ത്യാശ്രമത്തിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നാനാ പക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം. നമ്മൾ നേരത്തെ കണ്ടു പലതരത്തിലുള്ള പക്ഷി മൃഗാദികൾ. ഇവിടെ ഒരു പ്രത്യേകത ഈ ആശ്രമത്തിന് കാലനും ജാതി വൈരരഹിത ജന്തുപൂർണ്ണ. ഈ കാടിന്റെ പ്രത്യേകത എന്താണ്? ജാതി വൈരരഹിതമായുള്ള ജന്തുക്കളാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ കാണും ഈ ശകുന്തളയുടെ സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ്, സിംഹവും ആനകൂടിയും വഹിക്കുന്നു, ഈ കോയിലും കൂടെ ഓടി കളിക്കുന്നു, സാറ്റ് കളിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ ഈ സ്ഥലത്ത് കണ്ടത് ജാതി വൈരരഹിതരായിട്ടുള്ള മൃഗങ്ങളെയാണ്. നമ്മൾ ചില ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുടെയൊക്കെ റീലുകൾ കാണില്ലേ, ബുദ്ധ മതത്തിൽപ്പെട്ട സന്യാസിമായി കടുവകളെ വളർത്തുന്നത്. അങ്ങനെ റീൽ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. അവർ കടുവകളുടെ കൂടെ സഹവസിച്ചുകൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നത്, അതിനൊക്കെ കൂടെ നടക്കുന്നത്. അതുപോലെ ജാതി വൈരം, സ്വാഭാവികമായി തന്നെ ശത്രുക്കളായി ഇരിക്കേണ്ട രണ്ട് ജീവികൾ തമ്മിൽ പോലും സ്നേഹം പുലർത്തുന്ന ഒരു ആശ്രമത്തെ ഈ വഴിയിൽ അവർ കണ്ടു. ഇനി ആ പോകുന്ന വഴിക്ക് ഒരു ഭംഗിയുള്ള ജീവിതത്തിൽ സീതയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ കാലം തൊട്ട് ഒരുപാട് മൃഗങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ട് ഇല്ലേ? രാമായണത്തിലെ പക്ഷി മൃഗാദികൾ പ്രകൃതിയുടെ ഭാഗം ആയിട്ടുള്ള ഇവർ പോകുന്ന വഴിക്ക് ജടായുവിനെ കാണുന്നുണ്ടല്ലോ. ജടായു എന്ന പക്ഷിയെ കാണുന്നു, പഞ്ചവടിയിൽ പ്രവേശിക്കുന്നു. ഗൗതമി തീരത്തുള്ള മനോഹരമായ ഒരു കാനനമാണ് പഞ്ചവടി. അവിടെ നേരത്തെ പറഞ്ഞ പോലുള്ള ഫലവൃക്ഷാദികളൊക്കെ ഉണ്ട്, നമ്മളത് ആവർത്തിക്കുന്നില്ല. ഇനി രാവണൻ മാരീചനെ പറഞ്ഞയക്കുന്നുണ്ടല്ലോ. മാരീചൻ പ്രകൃതിയിലുള്ള ഒരു മൃഗം ആണ്, ഒരു പുള്ളിമാൻ. ആ പുള്ളിമാനെ എങ്ങനെയാണ് വാൽമീകി പറയുന്നത്? ചാരുപുള്ളികൾ വെള്ളി കൊണ്ടാണ്, നേത്രങ്ങൾ രണ്ടും നീലക്കല്ലുകൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടെ ഓരോ ലീലകൾ കാട്ടിക്കാട്ടിയാണ് മാരീചൻ സീതയെ കൊതിക്കുന്നത്. അപ്പൊ പ്രകൃതിയിലുള്ള ഒരു ജീവിയുടെ അതിസുന്ദരമായ ഒരു ദൃശ്യം, ഒരു മാൻകുട്ടി വന്നിട്ട് ഒരു സ്ത്രീയെ പ്രലോഭിപ്പിക്കുന്ന രംഗം നമ്മൾ അവിടെ കണ്ടു. ഈ സീതയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വിലാപം കേട്ടിട്ട് ജടായു രക്ഷിക്കാൻ ചെല്ലുന്നത്, മരിക്കാൻ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. സീതയെ നഷ്ടപ്പെടുമ്പോൾ രാമൻ ചോദിക്കുന്നത് ആരോടാണ്? പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാത്മ. പക്ഷി സഞ്ചയങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ കണ്ടോ? വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനും ഉണ്ടോ കണ്ടു. വൃക്ഷവൃന്ദമേ പറയും, നിങ്ങൾ കണ്ടോ? പ്രകൃതിയോടാണ് ചോദിക്കുന്നത്, എൻ്റെ പ്രിയതമയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? വഴിക്ക് ജടായുവിനെ കാണുന്നത് നമ്മൾ കണ്ടല്ലോ. ജടായു പറയും സീതയെ കൊണ്ടുപോയത് രാവണനാണ്, കഥകളെല്ലാം അറിയിക്കുന്നു. രാമന്റെ മടിയിൽ കിടന്ന് ജടായു മരിക്കുമ്പോൾ ജടായുവിന് മനുഷ്യ തുല്യമായിട്ടുള്ള ഒരു സംസ്കാരം ആണ് ശരിക്കും രാമൻ നൽകുന്നത്. ഉദകക്രിയകൾ ചെയ്തുകൊണ്ട് അന്ന് ഏറ്റവും സ്വന്തക്കാരൻ എങ്ങനെ മരിക്കുമോ, മരിച്ചാൽ എന്തെല്ലാം ചെയ്യുമോ അതേപോലുള്ള ഉദകാദി ക്രിയകൾ ചെയ്തുകൊണ്ട് ആ പക്ഷിയെ ബഹുമാനിക്കുകയാണ് ശരിക്കും രാമൻ അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ശബരി എന്ന തപസ്വിയുടെ അടുത്ത് പോയി നമുക്കറിയാം. ശബരി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാട്ടാളൻ എന്നാണ്.
ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ എന്നാണ് ശബരി സ്വയം പറയുന്നത്. അവിടെ പോലും രാമന്റെ പെരുമാറ്റം കാട്ടാള ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയിൽ നിന്ന് അദ്ദേഹം എത്ര കൃത്യമായ ഒരു ആതിഥ്യമാണ് സ്വീകരിക്കുന്നതും തിരിച്ചു കിട്ടുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതും എന്നുള്ളത് നമുക്ക് കാണാം. ജാതി ഭേദങ്ങളില്ലാത്ത മനുഷ്യന്റെ ഇടപെടലുകളെ രാമായണം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി കിഷ്കിന്ധാകാന്ഡത്തിൽ ഞാൻ ചുരുക്കാണ്, കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞു. കിഷ്കിന്ധാകാന്ഡത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മനോഹരമായ സരസിനെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഏത് സരസാണെന്നറിയാം? പമ്പാ സരസാണ്. പമ്പാ സരസിനെയാണ് വർണ്ണിക്കുന്നത്. പമ്പാ നദീതടം. അവിടെ നിന്ന് അവര് വെള്ളം കുടിച്ചു. രാമനും ലക്ഷ്മണനും ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പോൾ ദാഹം മാത്രമല്ല ചേർന്നത്, കണ്ടു കൗതൂഹലം കൊണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലും തീർത്ത് മന്ദം നടന്നേടിനാർ എന്ന്. പമ്പാ സരസിനെ കണ്ടപ്പോൾ കൗതൂഹലം കൊണ്ടു, സന്തോഷം കൊണ്ടു, തണ്ണീർ കുടിച്ചു, വെള്ളം ദാഹം മാറി, മനസ്സ് നിറഞ്ഞു. എന്നിട്ട് അവര് ഋഷ്യമൂകാജലത്തിലേക്ക് നടന്നു പോകാം. അപ്പൊ എന്തുകൊണ്ടാണ് മനസ്സിന് ഈ നദീതീരം ഇത്രയധികം ആനന്ദം നൽകിയത്? അത് ക്രോശം മാത്രമേ ഉള്ളൂ. ഒരു വിളിപ്പാടകലം മാത്രമേ ശരിക്കും അതിന് ദൂരം ഉള്ളൂ, വിസ്താരമുള്ളൂ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശ വിനാശനം ജന്തുപൂർണ്ണ സ്ഥലം. വിവിധ തരത്തിലുള്ള ജന്തുക്കൾ ഇടകലർന്ന ഒരു പ്രദേശം. ഉൽപുല്ല പത്മ കൽഹാര പൂന നീലോത്പല മണ്ഡിതം. വിടർന്ന താമര, സൗഗന്ധിക മാമ്പൽ, നീലോത്പലം, നേരത്തെ പറഞ്ഞ ജലസസ്യങ്ങളെല്ലാം ഈ സരസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പലതരം പക്ഷികളെ കണ്ടു, പലതരം മൃഗങ്ങളെ കണ്ടു, പലതരം ജലപുഷ്പങ്ങളെ രാമായണ പ്രകൃതിയിൽ കണ്ടു. ഇതെല്ലാം ഒത്തുചേരുന്ന ഒരിടമാണ് പമ്പാ സരസിന്റെ തടം എന്ന് പറയുന്നത്. ഏതെല്ലാം ജീവികളാണ് ഈ സരസിൽ നീന്തിയതെന്ന് അറിയാമോ? ഹംസങ്ങളും കുളക്കോഴികളും കാണാനുള്ള ഭംഗിയുണ്ട്. അതുകൂടാതെ പാമ്പുകളും ഈ സരസിൽ നീന്തിയിരുന്നു. കാടിന്റെ ശരിക്കുള്ള ഒരു പരിച്ഛേദം ആണ് ശരിക്കും പമ്പാ സരസിന്റെ തടം കാണിച്ചത്. അതിൽ തലമുട്ടി വെള്ളം കുടിച്ചിരുന്ന ജീവികൾ ഏതൊക്കെയാ? സിംഹം, കടുവ, പന്നി മുതലായ എല്ലാം. ഇനി പുഷ്പലതാ പരിവേഷ്ടിത പാദപ സൽഫല സേവിതം സന്തുഷ്ട ജന്തുകം. എല്ലാ ജന്തുക്കളും സന്തുഷ്ടിയോടുകൂടി, പല വിധത്തിലുള്ള ജന്തുക്കളാണ്. നേരത്തെ പറഞ്ഞ ജാതി വൈരമുള്ളവൻ, കടുവയുണ്ട്, സിംഹമുണ്ട്, മാനുണ്ട്, പുലിയുണ്ട്, അങ്ങനത്തെ എല്ലാ ജന്തുക്കളും അവിടെ വന്ന് സന്തുഷ്ടരായി ജലപാനം ചെയ്ത പുഴത്തീരം ആണ് ശരിക്കും ഈ പമ്പാ സരസ്. ഒന്ന് നോക്കൂ, ഒരു കാടിന്റെ നേർ ചിത്രമല്ലേ ഇവിടെ നമ്മൾ കാണേണ്ടത്. പരസ്പരം ഇരയാവേണ്ട മൃഗങ്ങളാണ് അവയുടെ പൊതു ജലസ്ഥാനമായ കാട്ടുപുഴയിൽ ഇവിടെ ഒരുങ്ങുന്നത്. ഈ എല്ലാ ജീവികളെയും പോലെ ഇപ്പറഞ്ഞ സിംഹം, വ്യാളം എന്നിവയെല്ലാം പോലെ പ്രകൃതിയിലെ മറ്റൊരു വെറും ജീവി മാത്രമായി മനുഷ്യനും അതിൽ ജലപാനം ചെയ്യുന്നു എന്നിടത്താണ് ഈ ദൃശ്യമാണ് രാമായണത്തിലെ ഏറ്റവും തെളിച്ചമാർന്ന പൗരാണിക പ്രകൃതി ദൃശ്യം എന്ന് നമുക്ക് പറയാം. ഒരേ പുഴയിൽ നിന്ന്, ഒരേ ജലസ്രോതസ്സിൽ നിന്ന് സർവ്വമൃഗങ്ങളും വിളക്കുകൊളുത്തി തീരും. സർവ്വമൃഗങ്ങളും ഒരേ ജലധിയിൽ നിന്ന്, ഒരേ ജലസ്ഥാനത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന രാമായണത്തിന്റെ മനോഹര പ്രകൃതി ദൃശ്യം നമുക്ക് ഇവിടെ കാണാം. ഈ സമഭാവന കൈവിട്ട് സർവ്വജീവികൾക്കും അതീശനാകാൻ പരിശ്രമിച്ചപ്പോഴാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നും ഭ്രഷ്ടനായത്, മറ്റു ജീവികൾക്ക് ഭീഷണിയായിട്ട് മാറിയത്. ഇനി അധ്യാത്മ രാമായണത്തിന്റെ ഫലശ്രുതിയിൽ എഴുത്തച്ഛൻ പറയുന്നത് എന്താണ്? ഫലശ്രുതി നമുക്ക് എല്ലാവർക്കും അറിയാം, നീണ്ടൊരു ഫലശ്രുതിയാണ്. അധ്യാത്മ രാമായണം ഇതും എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യൽ മത്തിനജ്ജന്മന മുക്തി സിദ്ധിക്കും, അതിനുള്ള സംശയം. അധ്യാത്മ രാമായണം വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്ന ആൾക്ക് മുക്തി സിദ്ധിക്കും. വായിക്കുന്ന ആൾക്ക് മാത്രം മുക്തി സിദ്ധിച്ചാൽ മതിയോ? ശിവപ്രോക്തമായ ഈ രാമായണം അധ്യയനം ചെയ്യുന്നവന് മുക്തി സിദ്ധിക്കും എന്നാണ്. മുക്തി പ്രകൃതിക്കും സിദ്ധിക്കുമാറ് നമ്മളിൽ അറിവുണ്ടാവുക കൂടി വേണം, നമ്മളിൽ ജ്ഞാനം ഉണ്ടാവുക കൂടി വേണം. സ്വാർത്ഥമായ ഒരു മനുഷ്യന്റെ മുക്തിയല്ല ഒരു ഇതിഹാസവും ലക്ഷ്യം വെക്കുന്നത്, ഒരു പുരാണവും ലക്ഷ്യം വെക്കുന്നത് അതല്ല. സർവ്വലോകത്തിനും നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന തരത്തിലുള്ള ജ്ഞാനവും അറിവും നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൈത്രീകരം ധനധാന്യ വൃത്തിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം ആണ് രാമായണ പാരായണം എന്നതിന്റെ ഫലശ്രുതിയിൽ പറയുമ്പോൾ ഈ മുഴുവൻ ഫലശ്രുതിയിൽ നിന്ന് മൈത്രീകരം എന്ന ഒറ്റ വാക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കും. എനിക്ക് തോന്നുന്നു ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമായ വാക്കതാണ് മൈത്രീകരം. മൈത്രി ആരെല്ലാം തമ്മിലാണ്? മനുഷ്യനും തമ്മിലുള്ള മൈത്രി, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള മൈത്രി, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മൈത്രി. വെറുപ്പിന്റെ അല്ല, സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സൗഖ്യപ്രദമായ ശക്തിയാണ് രാമായണ പാരായണത്തിലൂടെ
നമ്മൾ മൈത്രീകരമായിട്ടുള്ള ഈ രാമായണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. അത് കേവല ഭക്തിക്കുപരിയായി സർവചരാചരങ്ങളോടും മൈത്രി പുലർത്തിക്കൊണ്ട് ഭൂമിയിൽ സൗഖ്യം പുനഃസ്ഥാപിക്കാൻ, നഷ്ടപ്പെടുത്തിയ പ്രകൃതിയെ കൂടി വീണ്ടെടുക്കാൻ രാമായണ പാഠങ്ങൾ നമ്മൾക്ക് ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.